+2 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലെ സെക്കൻഡ് ചാപ്റ്റർ സ്പ്രെഡ്ഷീറ്റിൽ ടെസ്റ്റ് മാനിപ്പുലേഷൻ ഫങ്ഷൻസ് ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ടെസ്റ്റ് മാനിപ്പുലേഷൻ ഫങ്ഷൻസ് രണ്ടെണ്ണമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടെക്സ്റ്റ് ഫങ്ഷനും സെക്കൻഡ് കൺകാറ്റിനേറ്റും. ടെക്സ്റ്റ് ഫങ്ഷൻ നിങ്ങൾക്ക് തിയറി പഠിക്കാനുള്ളത്, പക്ഷേ കൺകാറ്റിനേറ്റ് ഫങ്ഷൻ പ്രാക്ടിക്കലിന് ചെയ്യാനും കൂടെ ഉള്ളതാണ്. അപ്പോൾ അത് എന്തിനാണ് ഈ രണ്ട് ഫങ്ഷൻസ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ടെസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് it is useful in situations to display numbers in a more readable format or to combine numbers with text or symbols. ഒന്നുകിൽ നമ്മൾക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സ് കുറച്ചുകൂടെ മനസ്സിലാകുന്ന രീതിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഇവിടെ ഇങ്ങനെ ഒരു നമ്പർ തന്നിട്ടുണ്ട്, പക്ഷേ ഈ നമ്പർ എന്താണെന്ന് കാണുമ്പോൾ മനസ്സിലാകത്തില്ല, എന്നാൽ ഇത് രൂപയാണ് സൂചിപ്പിക്കുന്നത് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ റുപ്പീസ് എന്ന് പറയുന്ന സിമ്പൽ ആഡ് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാകും. അല്ലെങ്കിൽ അത് ഡോളറിനെയാണ് കാണിക്കുന്നതെന്ന് വേണ്ടിയിട്ട് അതിൻ്റെ മുമ്പിൽ ഡോളർ സൈൻ ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്കത് മനസ്സിലാകും. അതല്ല എങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ടു കമ്പൈൻ നമ്പേഴ്സ് വിത്ത് ടെക്സ്റ്റ് ഓർ സിമ്പിൾസ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടെക്സ്റ്റുമായിട്ടോ അല്ലെങ്കിൽ ഇത് രണ്ട് സിമ്പിൾസാണ് ഈ കൊടുത്തിരിക്കുന്നത്, ഈ സിമ്പിൾസുമായിട്ടോ കമ്പൈൻ ചെയ്ത് ഒരുമിച്ചാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എങ്ങനെയെല്ലാം ഒരുപാട് തരത്തിൽ ഉപയോഗിക്കാം. അവിടെ 2-3 എക്സാമ്പിൾ ഞാൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ ഈ തന്നിരിക്കുന്ന നമ്പർ ഒരു എമൗണ്ട് ആണെങ്കിൽ അത് ഇന്ത്യൻ റുപ്പീസാണ് എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ടെക്സ്റ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് മാറ്റുന്നതെന്ന് നോക്കാം. അതായത് നമ്മൾ ഈസിക്കൽ ടു ടെക്സ്റ്റ് എന്ന ഫംഗ്ഷൻ കൊടുക്കുക. A4 എന്ന് പറയുന്ന സെല്ലിലെ നമ്പറാണ് നമുക്ക് റുപ്പീസ് എന്ന് പറയുന്ന സിമ്പൽ ആഡ് ചെയ്ത് കാണിക്കാനുള്ളത്. അപ്പോൾ റുപ്പീസ് എന്ന് പറയുന്ന സിമ്പൽ ആഡ് ചെയ്ത് കാണിക്കാൻ ഈസിക്കൽ ടു ടെക്സ്റ്റ് A4 സെല്ല് സെലക്ട് ചെയ്ത് കോമ ഡബിൾ കോഡ്സിനകത്ത് നമ്മൾ റുപ്പീസ് എന്ന് പറയുന്ന സിമ്പൽ കൊടുക്കുന്നു. എന്നിട്ട് സാധാരണ നമ്മൾ എമൗണ്ട് എഴുതുന്നത് ഇവിടെ 3 ഡിജിറ്റാണുള്ളത്, അതുകൊണ്ട് 3 ഡിജിറ്റ് .00 എന്ന് കൊടുത്തു. കാരണം നമ്മൾ പൈസ എന്ന് പറയുന്നത് 4885, അങ്ങനെ നമ്മൾ പൈസ പറയാറില്ല, 2 ഡിജിറ്റായിട്ടേ പറയത്തുള്ളൂ, അതുകൊണ്ട് .00 കൊടുത്തു. ഡബിൾ കോഡ്സ് ക്ലോസ് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. എൻ്റർ അടിക്കുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ റുപ്പീ സിമ്പലും കൂടെ ആഡ് ചെയ്ത് കറക്റ്റ് ഫോർമാറ്റിൽ കിട്ടുന്നു. ഇതേ കാര്യം തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഡോളർ സിമ്പൽ റുപ്പീ സിമ്പലിന് പകരം ആഡ് ചെയ്തിരിക്കുന്നു എന്നേ ഉള്ളൂ. ടെക്സ്റ്റ് A4 ഡോളർ സിമ്പൽ കൊടുക്കുന്നു, ഡോളറിൻ്റെ ഫോർമാറ്റ് എത്ര എമൗണ്ടാണോ വന്നത് ആ എമൗണ്ടിൻ്റെ ഫോർമാറ്റ് കൊടുക്കുന്നു, എൻ്റർ അടിക്കുന്നു. ഇനി ഇത് ജസ്റ്റ് നമ്മൾക്കിത് റൗണ്ട് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടി മാത്രമാണെങ്കിൽ ഉപയോഗിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ വേറെ സിമ്പിൾസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. പകരം നമ്മൾക്ക് എത്ര ഫീൽഡായിട്ടാണോ റൗണ്ട് ചെയ്ത് വേണ്ടത് അത്രയും ഫീൽഡായിട്ട് നമ്മൾ ജസ്റ്റ് ഹാഷ് സൈൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 3 ഹാഷ് .2 കൊടുത്തപ്പോഴത്തേക്ക് നമുക്ക് 123.49 കിട്ടി. ഇനി ഇവിടെ 3 ഹാഷ് തന്നെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 123.489 കിട്ടി. ഇനി അടുത്ത ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ടെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ടെക്സ്റ്റ് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു നമ്പർ കൊടുത്തു, എന്നിട്ട് അതിനെ ഡേറ്റ് ഫോർമാറ്റിലായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതാണ്. ഡേറ്റിൻ്റെ ഫോർമാറ്റ് സാധാരണ ഡേ, മന്ത്, ഇയർ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഡേ, മന്ത്, ഇയർ ആയിട്ട് നമ്മൾ ജസ്റ്റ് 00 ഡബിൾ കോഡ്സിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. 1/1/2025 എന്ന് വന്നു. ഇവിടെ 2025 ഇയർ എടുത്തു. ഇവിടെ 01 എന്ന് ഉള്ളതാണ് മന്ത് എടുത്തിരിക്കുന്നത്. ഇവിടെ 01 തന്നെയായിരുന്നു കൊടുത്തത്, പക്ഷേ ആദ്യത്തെ 0 വാല്യൂ വരാത്തത് കൊണ്ട് അവിടെ 0 വരാത്തതാണ്. നമുക്ക് മറ്റൊരു ഡേറ്റ് കൊടുത്തു നോക്കാം. ഇവിടെ 25/12/2025 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ 25/12/2025 എന്ന് വരും. അടുത്ത നെക്സ്റ്റ് കൺകാറ്റിനേറ്റ് ഫംഗ്ഷനാണ്. കൺകാറ്റിനേറ്റ് ഫംഗ്ഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ 2-3 സെല്ലുകളിലുള്ള ഡേറ്റ ഒറ്റ സെല്ലിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൺകാറ്റിനേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്.
അപ്പോൾ ഇവിടെ 3 സെല്ലുകളിലായിട്ട് ഒരു സെല്ലിൽ പ്ലസ്, ഒരു സെല്ലിൽ 2, ഒരു സെല്ലിൽ കൊമേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് മൂന്നും കൂടെ ഒറ്റ സെല്ലിലാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് നോക്കാം. ഇവിടെ മുകളിലേക്ക് ഒന്ന് ചെയ്യുകയാണ്. ഈസിക്കൽ ടു കൺകാറ്റനേറ്റ് കൊടുക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യുക. A10 ആണ്, കോമ കൊടുക്കുക. അത് കഴിഞ്ഞ് കുറച്ച് സ്പേസ് വേണം, അതുകൊണ്ട് ഞാൻ ഡബിൾ കോട്ട്സിനകത്ത് 2 സ്പേസ് കൊടുക്കുന്നു. വീണ്ടും കോമ കൊടുക്കുക. 2 എന്ന് പറയുന്ന B10ലാണ് കിടക്കുന്നത്. അപ്പോൾ B10 എന്ന് പറയുന്ന സെല്ല് സെലക്ട് ചെയ്യുന്നു, കോമ കൊടുക്കുക. ഡബിൾ കോട്ട്സിനകത്ത് 2 സ്പേസ് കൊടുക്കുക. വീണ്ടും കോമ കൊടുക്കുക. C10 എന്ന് പറയുന്ന സെല്ല് സെലക്ട് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ അടിക്കുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഒറ്റ സെല്ലിലായിട്ട് C8 എന്ന് പറയുന്ന ഒറ്റ സെല്ലിൽ +2 കൊമേഴ്സ് എന്ന് കിട്ടി. അതുപോലെ തന്നെ ഇവിടെ ഒരു പേരും അഡ്രസ്സും, സാധാരണ പേര്, അഡ്രസ്സ്, ഫോൺ നമ്പരൊക്കെ പല ഫീൽഡിലായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതെല്ലാം കൂടെ ഒറ്റ സെല്ലിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ ഈസിക്കൽ ടു ഞാൻ B12 ചെയ്ത് നോക്കുകയാണ്. ഈസിക്കൽ ടു കൺകാറ്റനേറ്റ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ E12 എന്ന് പറയുന്ന സെല്ലിൽ പേരുണ്ട്, പേര് സെലക്ട് ചെയ്ത് കോമ കൊടുക്കുക. സ്പേസ് വേണമെങ്കിൽ ഡബിൾ കോട്ട്സിനകത്ത് 2 സ്പേസ് ബാർ ടച്ച് ചെയ്ത് 2 സ്പേസ് കൊടുത്ത് ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്യുക. വീണ്ടും കോമ കൊടുക്കുക. എന്നിട്ട് അടുത്ത സെല്ല് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്ക് ഒറ്റ സെല്ലിലായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. ഈ സെല്ല് നമ്മളൊന്ന് എൻലാർജ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് ഈ ഒരു ഒറ്റ സെല്ലിലാണ് കിടക്കുന്നതെന്ന് മനസ്സിലാകും. ഒറ്റ സെല്ലിലായിട്ടാണിത് വന്നിരിക്കുന്നത്.